അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സുള്ള പിടിയാനയാണ് ചെരിഞ്ഞത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആനയെ കണ്ടത്. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയി, എന്തെങ്കിലും അസുഖ ബാധിച്ച് ചെരിഞ്ഞതാണോ? എന്താണ് വനം വകുപ്പ് പറയുന്നത്? ഇനി എന്താണ് നടപടികൾ? ഇന്ന് രാവിലെയാണ് തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ ഇത്തരത്തിൽ ഒരു റോഡിനോട് ചേർന്നുള്ള തോടിൽ കിടക്കുന്ന രീതിക്കാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ഉടനടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. ഇനിയിപ്പോൾ ആനയുടെ ജഡം അവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോകും. ഉൾവനത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടക്കുക. എന്തായാലും വെള്ളത്തിൽ കിടക്കുന്നതിനാൽ തന്നെ അവിടെ നിന്ന് ആനയുടെ ജഡം മാറ്റേണ്ടത് ഒരു അനിവാര്യമായൊരു കാര്യമാണ്. എന്താണ് മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല. ദേഹത്ത് മുറിവുകളോ മറ്റോ ഒന്നും തന്നെ പ്രാഥമികമായി കാണാനില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനിയിപ്പോൾ അത് വിശദമായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും എന്താണ് ഈ ആന ശരിയാനുള്ള കാരണം എന്നുൾപ്പെടെയുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനായി കഴിയുകയുള്ളൂ. ശരി ലിഷോയ്. കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കാണുകയായിരുന്നു. ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രാഥമികമായി മുറിവുകളൊന്നും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ബാക്കി കാര്യങ്ങൾ അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും വ്യക്തമായി മനസ്സിലാവുക. അതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിലാണ് ഇത് കണ്ടെത്തിയത്.